മൂക്കാമൺ സ്റ്റാർ അസീർ റോക്കിക്കെതിരെ ആഞ്ഞടിച്ച് സിജോ ജോൺ. സിജോ റോക്കിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോന്നറിയില്ല, എന്നാലും അതൊന്ന് കാണാം, എന്നിട്ട് ഞാൻ പറയാം അതിന്റെ അകത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കി ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാണ്? കാരണം നീ തന്നെയാണല്ലോ മാല കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28 ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോണ്ടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് നന്നായിട്ട് അറിയാം. അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു, ഫിനാലെ എല്ലാം കഴിയുന്നു, നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെപ്പോലെ മണ്ടനായി പോയില്ലടാ. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവൻ ആ സോറി അത് വേണ്ട. നീ അതൊരു മാൻഷനൊക്കെ പണിതിട്ടുണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ മാൻഷൻ അതിന്റെ കണ്ടല്ലോ. എന്നായാലും ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞാല് അസീറൊക്കെ പഞ്ഞു കിട്ടും സിജോ ജോൺ. ഇപ്പൊ ആരും ചോദിക്കാറ് ഇങ്ങനെയൊക്കെ അവിടെ വെച്ച് അവന്റെ കവാലക്കുട്ടി തീർത്തോളം കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. അതൊരു ഗെയിമാണ്, ഇതിന്റെ സ്പിരിറ്റ് അനുസരിച്ച് തന്നെയാണ് സിജോ ചെയ്തത്. അതിന്റെ അകത്ത് തല്ലാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ സിജോ തല്ലാതെ അതിന്റെ നിയമം പാലിച്ചു. അല്ലെങ്കിൽ സിജോയ്ക്ക് വേണമെങ്കിൽ അവരുടെ തിരിച്ചു കൊടുക്കാതെ കട്ടക്കായിട്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സിജോ ഇപ്പൊ വന്ന് ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇതിന് 2 വശമുണ്ട്. ഒന്ന്, അസീറോക്ക് ഇത് അർഹിക്കുന്നുണ്ട്. അസീറോക്ക് ഈ ചാനലിൽ പോയിട്ട് വിടുന്ന മലയാളത്തിൽ പറഞ്ഞ കൊണ, അതിനുള്ള മറുപടി, അല്ലെങ്കിൽ അസീറോക്ക് ഇപ്പോൾ ഒരു മാന്യം കളിക്കാനായിട്ട് ഇന്റർവ്യൂ ഒക്കെ കൂട്ടത്ത് അങ്ങ് ഒരു പരിപാടി നടത്തുന്നുണ്ട്, അതിനെതിരെയുള്ള പരിപാടി. എന്തായാലും അത് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, സിജോയ്ക്ക് കപ്പ് കിട്ടാത്ത നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. സിജോ ഓർത്തെ ഇങ്ങോട്ട് രാജാവായിട്ട് ഇറങ്ങി വന്നിട്ട് കേരളം കീഴടക്കാമെന്ന് ഓർത്താ. അതിനനുസരിച്ചാണ് സിജോയോട് കളിക്കല്ലേ, സിജോയെ നിനക്കറിയില്ല, സിജോ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് BGMന് പറ്റിയ പരിപാടിയൊക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ശ്രമിച്ചു. പക്ഷെ സിജോ, ഒരു കാര്യം ഞാൻ പറയാം, സിജോ 16ാം ദിവസം പോയിരുന്നേലും ഇല്ലേലും സിജോ കപ്പടിക്കത്തില്ലായിരുന്നു. കാരണം 16 ദിവസത്തിനുള്ളിൽ തന്നെ സിജോയുടെ ആൾക്കാർക്ക് ഒരു വെറുപ്പ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ സിജോ ഈ പറഞ്ഞ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം സിജോ നിന്നാലും ഇല്ലെങ്കിലും കപ്പടിക്കത്തില്ലായിരുന്നു. ഒരു പക്ഷേ സിജോ ചിലപ്പോൾ നേരത്തെ പോവുകയും ചെയ്തേനെ, ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് പോകുന്നില്ലായിരുന്നു. സിജോയ്ക്ക് തല്ല് കൊണ്ടതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ആ തല്ല് കൊണ്ടുകൊണ്ട് ഒരു സഹതാപമൊക്കെ ഉണ്ടായി, കുറച്ച് ദിവസം കൂടെ നിൽക്കാനൊക്കെ പറ്റി. അപ്പം അങ്ങനെ നോക്കിയാൽ ലാഭം തന്നെയാണ്. പിന്നെ സിജോ ഇപ്പം വന്നിട്ട് പറയുന്നത് പക്ക ഫ്രസ്ട്രേഷൻ. ആദ്യം ജിൻഡോയ്ക്കെതിരെ പറയുന്നു, ഇപ്പൊ വന്നിട്ട് അസീറോക്കെതിരെ പറയുന്നു. ആൾക്ക് ലൈവായിട്ട് നിൽക്കണം, ആൾക്കൊന്ന് ലൈവായിട്ട് നിൽക്കാനും ആളുടെ പേജ് ഒന്ന് പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള സമയമാണ്. നോ പ്രോബ്ലം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിത് ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അസീറോക്കെതിരെ വന്നിട്ട് ഇപ്പം വന്ന് ആഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഗെയിമിന്റെ സ്പിരിറ്റ് ആണ് എന്നൊക്കെയാണ് ഈ പറയുന്ന സിജോ ബിഗ് ബോസിൽ പറഞ്ഞത് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ ഇത് ഫ്രസ്ട്രേഷൻ ആണ് സിജോ. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ അസീറോക്കി എന്ന് പറയുന്ന മൂക്കാമൺ സ്റ്റാർ ഇത് അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അമ്മാതിരി പരിപാടിയല്ലേ അവിടെ കാണിച്ചത്.